ഹലോ ഗൈസ്, നമ്മളെ മക്കത്തെ അവസാനത്തെ ദിവസം, അതും വെള്ളിയാഴ്ച. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജുമാക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിട്ടാ, ഇല്ലെങ്കിൽ സ്ഥലം കിട്ടൂല. ഹറമക്ക് നമ്മള് ബസ്സിലാണ് പോണേ. ചിലപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിലും ഇഹ്റാമിന്റെ വസ്ത്രം ഉണ്ടെങ്കിൽ ഓല് ബസ് കയറ്റൂട്ടാ. പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ഉണ്ടെങ്കിൽ ഓല് കാബന്റെ അവിടെ കയറ്റുള്ളൂ. പോകുമ്പോൾ നമുക്ക് ജന്നത്തുൽ മുഅല്ലിം കാണാട്ടാ. ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ജുമാക്ക് വേണ്ടി വരുന്നേ നമുക്ക് കാണാട്ടാ. ഇക്കാണാണ് ജിന്ന് പള്ളി. പാലത്തിന്റെ ചോട്ടിലൊക്കെ ഇപ്പൊ തന്നെ ആൾക്കാരെ നിറയിൽ തുടങ്ങിയിരിക്കണം. എന്നാലും ബസ് ഹറമിന്റെ അവിടെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് മാറിയിട്ടാ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളാണ് നടക്കൽ തുടങ്ങി. പോണേക്ക് ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങി. ഈ കാബന്റെ ക്ലോക്ക് ടവറിന് ഈ സാധനമൊക്കെ നല്ല പറ്റിയിട്ടാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നോട് വാങ്ങി. കുറച്ച് മുസല്ലി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ ജുമാക്ക് വിട്ടു. അപ്പൊ തന്നെ ഉള്ള ഏകദേശം ഫുൾ ആയിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കോലി കയറ്റുന്നില്ല. നമ്മളൊരു പാലത്തിന്റെ അടിപെട്ട്. പിന്നെ അവിടെ ആ മുസ്ലിം വിരിച്ചിട്ട് അവിടെ ഇരുന്ന് റോഡൊക്കെ അപ്പത്തിന് ആകെ ഫുൾ ആയിക്കണ്. നമ്മൾ നടന്നു വന്ന റോഡാണ്. എത്ര ആൾക്കാരല്ലേ. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഖുതുബീൻ തുടങ്ങി, നിസ്കാരം തുടങ്ങി. അൽഹംദുലില്ലാ ജുമാ കഴിഞ്ഞിട്ടാ ഒരു ജുമാ നമുക്ക് മക്കയിൽ കിട്ടി. അൽഹംദുലില്ലാ ജുമാ കഴിഞ്ഞപ്പോ പെട്ടെന്നൊന്നും നമുക്കവിടെ പോകാൻ പറ്റൂലട്ടാ. അജാതി തിരക്കാ റോട്ടിലൊക്കെ. ആൾക്കാർ കുറച്ച് നോക്കിയപ്പോ കുറച്ച് ഫ്രണ്ട് കടന്നിട്ട് ബസ് കാത്തുനിന്ന്. നമ്മൾ മുമ്പേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിനി. പക്ഷെ എത്ര കാത്തുനിന്നിട്ടും ബസ് വരില്ല. അജാതി തിരക്കാണ് അവിടെ. നമുക്കാണെങ്കിൽ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം വയ്ക്കണ്. അതുകൊണ്ട് അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മൾ റൂമിൽ വിട്ടു. അങ്ങനെ റൂമിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പൊ തന്നെ നമുക്ക് മദീനയിൽ പോകാനുള്ള നമ്മളെ ബസ് എത്തിയിട്ടുണ്ടായിനി. അങ്ങനെ ബസ് കയറിയിട്ട് നേരെ നമ്മൾ മദീനയ്ക്ക് വിട്ടു. മദീനത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കലിട്ടാ. ബൈ.